എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന 4 തരം കറികളുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ആദ്യം തയ്യാറാക്കുന്നത് കോവയ്ക്കയും മുട്ടയും കൊണ്ടുള്ള തോരനാണ്. ഈ തോരൻ തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനൊരു 10 കോവയ്ക്ക എടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള അനുസരിച്ച് എടുത്തു വയ്ക്കാം. നന്നായി കഴുകിയതിന് ശേഷം ഇതേപോലെ 4ആയിട്ട് കീറി കൊടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം. ഈ ഒരു രീതിയിൽ എടുത്തു വെച്ചിരിക്കുന്ന കോവയ്ക്ക അത്രയും അരിഞ്ഞെടുക്കാം. തോരൻ വയ്ക്കാൻ വേണ്ടി കോവയ്ക്ക എടുക്കുമ്പോൾ അധികം മൂത്ത് പോകാത്ത കോവയ്ക്ക നോക്കി എടുക്കണം. അപ്പം ഈ ഒരു രീതിയിൽ എല്ലാം ഈ എടുത്ത് വെച്ചിരിക്കുന്ന കോവയ്ക്ക അത്രയും അരിഞ്ഞെടുക്കാം. ഇതേപോലെ കോവയ്ക്കെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തോരൻ വയ്ക്കാനുള്ള ചട്ടിയിലേക്ക് ആക്കി കൊടുക്കാം. കോവയ്ക്ക അരിഞ്ഞത് ഇതേപോലെ ചട്ടിയിലേക്ക് ആക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ചട്ടി ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 3-4 ചെറിയ ഉള്ളിയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനെ ഒന്ന് ചതച്ചെടുക്കണം. ഈ ഒരു രീതിയിൽ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി കോവയ്ക്കയുടെ പുറത്തേക്ക് അരപ്പിട്ട് കൊടുക്കാം. അരപ്പിട്ട് കൊടുത്തതിന് ശേഷം ലേശം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ചട്ടി മൂടി വയ്ക്കാം. ഇനി അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് വേവിച്ചെടുക്കാം. അത് വേകുന്ന സമയം കൊണ്ട് മുട്ട തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ചെറിയ ഉള്ളി അരിഞ്ഞത് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പച്ചമുളകും കൂടി അരിഞ്ഞിട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഞെരടി കൊടുക്കണം. സവാളയും പച്ചമുളകും ഉപ്പും കൂടി നന്നായിട്ടൊന്ന് ഞെരടി യോജിപ്പിച്ചതിന് ശേഷം 2 മുട്ടയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. മുട്ട ഉടച്ചൊഴിച്ച് ഇതിലേക്ക് കൊടുക്കാം. മുട്ട ഉടച്ചൊഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഉള്ളിയും മുളകും മുട്ടയും ഉപ്പും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സായി കിട്ടണം. അതങ്ങോട്ട് മാറ്റി വെച്ചേക്കാം. ഇനി ഇത് അടുപ്പിൽ വെച്ച് കൊടുത്തിരുന്ന കോവയ്ക്ക ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പം അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിരുന്ന കോവയ്ക്ക ഒരു പകുതി വേവോളം ആയിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം സിമ്മിലാക്കി കൊടുത്ത് വീണ്ടും ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇനി എടുത്ത് വെച്ചിരുന്ന മുട്ടയൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം. അതിന് വേണ്ടി പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായി വരുമ്പോൾ മുട്ട ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതേപോലെ നന്നായിട്ടൊന്ന് ചിക്കിയെടുക്കണം. അപ്പം ചെറിയ ചെറിയ പീസസായിട്ട് എത്രത്തോളം ചെറുതാക്കാമോ അത്രത്തോളം ചെറുതാക്കി കുത്തി ഉടച്ച് ഈ മുട്ടയൊന്ന് തയ്യാറാക്കി എടുക്കണം. ഇതേപോലെ നന്നായിട്ട് സ്പാച്ചില ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് കുത്തി ചെറിയ ചെറിയ പീസസായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇനി അത് മാറ്റി വയ്ക്കാം. കോവയ്ക്ക നന്നായിട്ട് പരുവായി വന്നിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതേപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മുട്ട ഇട്ട് കൊടുത്തതിന് ശേഷം അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ മുട്ടയും കോവയ്ക്കയും കൂടി ചേർത്ത് തയ്യാറാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ മുട്ട ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മുട്ട കോവയ്ക്കയുടെ എല്ലാ ഭാഗത്തും ആകത്തക്ക രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ആവശ്യമുള്ള വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത വെളിച്ചെണ്ണ എല്ലാ ഭാഗത്തും ആകണം. ആ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല സൂപ്പർ ടേസ്റ്റാണ്. കോവയ്ക്കയും മുട്ടയും കൂടെ ഈ ഒരു രീതിയിൽ ഒന്ന് തോരൻ വെച്ച് നോക്കൂ. അടുത്തത് കുമ്പളങ്ങയും വൻപയറും കൊണ്ടുള്ള തോരനാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം തോരന് വേണ്ടിയുള്ള വൻപയർ ഒന്ന് കുതിർത്തെടുക്കണം. ഒരു 1/4 കപ്പ് വൻപയർ എടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് അതിലേക്ക് കുതിരാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് മാറ്റി വയ്ക്കാം. 1 മണിക്കൂർ ആകുമ്പോഴേക്കും നന്നായിട്ട് കുതിർന്ന് കിട്ടും. ഇനി നമുക്ക് കുമ്പളങ്ങ ഒന്ന് അരിഞ്ഞെടുക്കണം. അതായത് ഇത്രത്തോളം കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്. ഫ്രിഡ്ജിലിരുന്ന കുമ്പളങ്ങയാണ്. ഇതേപോലെ ഒന്ന് മുറിച്ചെടുക്കാം. മുറിച്ചതിന് ശേഷം അതിൻ്റെ തോലൊക്കെ കളഞ്ഞൊന്ന് വൃത്തിയാക്കി എടുക്കണം. ഈ ഒരു രീതിയിൽ ഉൾവശമൊക്കെ വൃത്തിയാക്കി എടുക്കാം. ഇനി അതിൻ്റെ പുറത്തുള്ള തോലും കൂടി ഒന്ന് ചെത്തി വൃത്തിയാക്കി എടുക്കണം. അതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഓരോ കഷ്ണങ്ങളും ഇങ്ങനെ വൃത്തിയാക്കിയതിന് ശേഷം നല്ലതുപോലെ ഒന്ന് കഴുകി എടുക്കാം. അപ്പോൾ കഷ്ണങ്ങളെല്ലാം തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ വളരെ ചെറിയ പീസസായിട്ടാണ് ഞാൻ അരിഞ്ഞെടുക്കുന്നത്. ഇതിനെ ഇങ്ങനെ ഒന്ന് മുറിച്ചെടുത്തതിന് ശേഷം ഇങ്ങനെ ഒന്ന് കീറി കൊടുക്കാം.
ചെറിയ ചെറിയ പീസസായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒന്ന് കീറി കൊടുക്കുന്നത്. ഇനി തിരിച്ചും അതേപോലെ ഒന്ന് കീറി കൊടുത്തതിന് ശേഷം ദാ ഈ ഒരു വലിപ്പത്തിൽ ഇങ്ങനെയൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ കഷ്ണങ്ങൾ മൊത്തം ഇതേപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിക്കാനുള്ള ചട്ടിയിലേക്ക് ആക്കി കൊടുക്കാം. അപ്പോൾ അരിഞ്ഞ കുമ്പളങ്ങയെല്ലാം ഇതേപോലെ ചട്ടിയിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഇത് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് അതങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ പയർ കുതിർക്കാനിട്ടിരുന്നത് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. അത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തൊന്ന് വേവിച്ചെടുക്കാം. അത് വേവിക്കാൻ വെച്ചതിന് ശേഷം നമുക്ക് അരപ്പ് തയ്യാറാക്കിയെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. അതിലേക്ക് എരിവിന് ആവശ്യമുള്ള 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു നുള്ള് ജീരകം ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി 2 3 വെളുത്തുള്ളി അല്ലിയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ചതച്ചെടുക്കാം. ഇത് ഈ ഒരു രീതിയിൽ ചതച്ചെടുക്കാം. അപ്പോൾ പയർ കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പ്രഷറൊക്കെ പോയതിന് ശേഷം ഇതേപോലെ തുറന്ന് നോക്കാം. അപ്പോൾ കണ്ടില്ലേ, പയർ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നേരത്തെ നമ്മൾ ചട്ടിയിലേക്ക് ഇട്ട് വെച്ചിരുന്ന കുമ്പളങ്ങയിലേക്ക് പയറും കൂടി ഇട്ട് കൊടുക്കാം. പയറിട്ട് കൊടുത്തതിന് ശേഷം ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിൻ്റെ പുറത്തേക്ക് ഇട്ട് കൊടുക്കാം. അരപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് കൈ വെച്ചൊന്ന് നിരത്തി കൊടുക്കാം. നിരത്തി കൊടുത്തതിന് ശേഷം ലേശം വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വളരെ കുറച്ച് വെള്ളം മാത്രം മതിയാവും. കുമ്പളങ്ങയൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ്. ലേശം വെള്ളം ഒഴിച്ചു കൊടുത്ത് ചട്ടി മൂടി വെച്ചിട്ട് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ കുമ്പളങ്ങ വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം കുറച്ച് വെള്ളം ഇതിലേക്ക് കിടപ്പുണ്ട്. ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഈ രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ചട്ടി വീണ്ടും ഒന്നുകൂടി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇനി ആ വെള്ളം ഒന്ന് വറ്റി കിട്ടണം. അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി തോരൻ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് ഒന്ന് താളിച്ചും കൂടി ഒഴിക്കുമ്പോൾ തോരൻ റെഡിയായി കിട്ടും. ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊന്ന് താളിച്ചൊഴിക്കാം. അതിന് വേണ്ടി പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കടുക് ഇട്ട് കൊടുക്കാം. കടുകും ചുവന്നുള്ളിയും വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മൂപ്പിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതിയാകും. അതായത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി തയ്യാറാക്കി വെച്ചിരിക്കുന്ന തോരനിലേക്ക് ഈ താളിച്ചതും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതേപോലെ താളിച്ചത് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അതിൻ്റെ മണമൊക്കെ അതിലേക്ക് പിടിക്കത്തക്ക രീതിയിൽ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. പിന്നീട് അത് തുറന്നതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി താളിച്ചത് എല്ലാ ഭാഗത്തും പിടിക്കത്തക്ക രീതിയിലൊന്ന് ആക്കി കൊടുക്കണം. നല്ല കിഡിലൻ ടേസ്റ്റാണ്. കുമ്പളങ്ങ കൊണ്ട് ഈ ഒരു രീതിയിൽ തോരൻ വെച്ച് നോക്കൂ. ചെയ്തിട്ടില്ലാത്തവർ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കൂ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. അടുത്തത് വളരെ വ്യത്യസ്തമായ രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള ഒരു മാങ്ങ അച്ചാറാണ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. നന്നായിട്ട് വിളഞ്ഞ മാങ്ങയാണ് ഇതിന് വേണ്ടി വേണ്ടത്. അപ്പം ഈ ഒരു വലുപ്പത്തിൽ നല്ല വലുപ്പത്തിൽ തന്നെ അത് കട്ട് ചെയ്തെടുക്കാം. ഇനി മിക്സിയുടെ ജാറിലേക്ക് 1 ടീസ്പൂൺ ജീരകവും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളവും 5 പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഈ ഒരു രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പിലേക്ക് അച്ചാറിടാനുള്ള പാത്രം വെച്ച് കൊടുക്കാം. അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങ ഇട്ട് കൊടുക്കാം. മാങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അരപ്പ് ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ മാങ്ങ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മൂടി വെച്ച് വേവിക്കാം. ഇതിലേക്ക് മാങ്ങ എടുക്കുമ്പോൾ ഒട്ടും പുളിയില്ലാത്ത മാങ്ങ വേണം എടുക്കാൻ. അപ്പോൾ മാങ്ങ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതേപോലെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചെറിയ രീതിയിലൊന്ന് ഉടച്ചെടുക്കാം. ഇനി വേവിച്ച മാങ്ങ മാറ്റിയതിന് ശേഷം അതേ പാത്രത്തിൽ തന്നെ കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കടുകും കറിവേപ്പിലയും കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചി ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതുപോലെ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മാങ്ങ ചേർത്ത് കൊടുക്കാം. മാങ്ങയും ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്പെഷ്യലായിട്ടുള്ള മാങ്ങ അച്ചാറോ അല്ലെങ്കിൽ മാങ്ങ കറി എന്ത് വേണമെങ്കിലും പറയാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഈ ഒരു കറിയും കൂടി ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കൂ.
ഈ ഒരു അച്ചാർ ഇങ്ങനെ ചെയ്ത് കഴിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കും. നല്ല സൂപ്പർ ടേസ്റ്റാണ്. അങ്ങനെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അച്ചാറും റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കൊരു പുളിക്കറിയാണ് തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി കുറച്ച് പുളി പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് കുതിരാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇനി ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടായി വരുമ്പോൾ അതിലേക്ക് 6 ചുവന്നുള്ളിയും 7 വെളുത്തുള്ളിയും 7 വറ്റൽമുളകും കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മൂത്ത് കളർ മാറി വരണം. നമുക്ക് കൈ വെച്ചൊന്ന് ഞെരടി ചേർക്കാനുള്ളതാണ്. അപ്പോൾ ദാ ഈ ഒരു രീതിയിൽ നന്നായിട്ട് മൂത്ത് വരണം. അതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അപ്പോൾ അതാ മൂത്തതെല്ലാം നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇതേപോലെ കൈ കൊണ്ട് തന്നെ നല്ലതുപോലെ ഒന്ന് ഞെരടി യോജിപ്പിച്ച് കൊടുക്കണം. ഇനി നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പുളി പിഴിഞ്ഞ് ഇതിലേക്ക് ആ പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നീട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ എന്താ പുളി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് കൊത്തൊക്കെ അങ്ങ് മാറ്റിക്കളയാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ പുളിവെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മല്ലിയില വേണമെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞ മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. വളരെ ഈസി ആയിട്ട് തന്നെ ഈ ഒരു പുളിങ്കറി റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കും. എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.